ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ 28 ഡേയ്സ് ഓഫ് മാജിക് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച്. അങ്ങനെ ഇന്ന് നമ്മൾ ഡേ 9 ആയി. സോ ഇതിന് മുന്നുള്ള വീഡിയോസൊക്കെ അതിനുശേഷം മാത്രം ഡേ 9ലേക്ക് വരിക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദി മണി മാഗ്നറ്റ്. നമ്മൾ ഇതിന് മുന്നേ ഒരു ദിവസം പൈസനെ പറ്റി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ ഡേ 5 ദി മാജിക് മണി എന്ന് പറഞ്ഞ് നമ്മൾ നോട്ടിനകത്ത് താങ്ക് യു ഫോർ ഓൾ ദി മണി ഐ ഹവ് ബീൻ ഗിവൻ ത്രൂ ഔട്ട് മൈ ലൈഫ് എന്നൊക്കെ എഴുതി നമ്മൾ താങ്ക് യു പറഞ്ഞ് ഓർക്കുന്നില്ലേ. സോ നമ്മൾ ഓൾറെഡി പൈസ കൊടുക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി അന്ന് കവർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ടോപ്പിക്കിലേക്ക് ഞാൻ ഇന്ന് പോകുന്നേ ഇല്ല. കാരണം അത് ചുമ്മാ റിപ്പിറ്റേഷൻ ആവത്തല്ലേ ഉള്ളൂ. പക്ഷേ ഈ രണ്ട് ടോപ്പിക്ക് നമ്മളൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അന്ന് സംസാരിച്ചത് നമ്മൾ ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ എൻജോയ് ചെയ്ത് വന്ന പൈസനെ പറ്റിയിട്ട് അതിന് കൊടുക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ ചിലവാക്കുന്ന പൈസ കൊടുക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ രണ്ട് പെർസ്പെക്റ്റീവിലാണ് ആ രണ്ട് ടോപ്പിക്സ് നിൽക്കുന്നത്. സോ നമ്മളിപ്പോൾ ഒരു സാധനം മേടിക്കാമെന്ന് വെച്ചു. ആ മേടിക്കാനുള്ള സാധനത്തിന് 1 രൂപ കൂടിയപ്പോൾ നമുക്കില്ലാത്ത വിഷമമൊന്നുമില്ല. നമ്മൾ പേഴ്സിൽ നിന്ന് ഒരു 10 രൂപ കൊടുത്തൊരു സാധനം മേടിക്കുമ്പോഴാണെങ്കിൽ 20 രൂപ കൊടുത്തൊരു സാധനം മേടിക്കുമ്പോഴാണ് എൻ്റെ 10 രൂപ, എൻ്റെ 20 രൂപ എന്ന് നമ്മൾ നെഞ്ചുവേദന എടുത്തുകൊണ്ടൊക്കെ സാധനം കൊടുക്കുന്നത്. ഒരു ഭയങ്കര വില കൂടിയ സാധനം വിലയാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ നമുക്ക് നെഞ്ചൊന്നും ഉണ്ടാവില്ല, ഫീൽ ചെയ്തോലും ഉണ്ടാവില്ല നമ്മൾ ആ പൈസ എടുത്ത് കൊടുക്കുമ്പോഴേക്കും. എന്നാൽ നമ്മൾ ഈ പൈസയൊന്നും വെറുതെ ഓക്കെ ഈ പൈസ ഇവിടെ കിടക്കട്ടെ, ഈ പൈസ ഇവിടെ കിടക്കട്ടെ നോർത്ത് ഇങ്ങനെ ഇട്ട് കളയുന്ന പൈസ അല്ലല്ലോ. നമ്മൾ എവിടെ നമ്മുടെ കയ്യിൽ നിന്ന് നെഞ്ചുവേദന എടുത്തൊരു പൈസ അങ്ങ് കൊടുക്കുന്നുണ്ടോ നമുക്ക് അതിൻ്റെ പകരമായിട്ട് എല്ലാ വട്ടവും എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലേ. എന്നിട്ടാണ് നമ്മൾ ഇത്രയും വിഷമത്തോടെ പൈസയൊക്കെ ഞാനൊക്കെ ചില നേരത്ത് ഊബർ ഈറ്റ്സിൽ എൻ്റെ പൈസ എന്നോർത്താണ് ഫുഡ് മേടിക്കാറ്. എന്നാൽ ഏത് ഫുഡ് ഒരു ഇത് ഓർക്കാണ്ട് കമ്പം കുമ്പം തിന്നു. എന്നാൽ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു മനോവിഷമമുണ്ടല്ലോ, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പുറത്തേക്കൊരു സാധനം കിട്ടുന്നില്ലേ, അതിലേക്ക് നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ അങ്ങ് തിരിച്ചു വിടണം. അതായത് ഇതിപ്പോൾ വെറുതെ പോയതല്ലോ, ഈ സാധനം എനിക്ക് കിട്ടിയത് എനിക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായി എന്ന് പറഞ്ഞ സൈഡിലേക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. ഒന്ന് ഇതിൽ നിന്ന് 2 സൈഡിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ട ഒരു ഇക്വേഷനാണിത്. ഇപ്പുറത്തെന്ന് വെച്ചാൽ ഈ സാധനം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി, ആ സർവീസിന് വേണ്ടി കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായല്ലോ എന്ന് പറയുന്ന ഫാക്റ്റിലേക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ, അങ്ങോട്ട് പൈസ കൊടുക്കുന്നു, ഇങ്ങോട്ട് സർവീസ് കിട്ടുന്നു. ഇങ്ങോട്ട് കിട്ടിയ സർവീസ്, ആ സർവീസിനോട് ഉള്ള നമ്മൾ ആ സർവീസ് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് വെച്ച് എന്താണോ ചെയ്യുന്നത് അതിനോട് ആ സെൻസിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. അതുപോലെ ഈ സർവീസ് കിട്ടാൻ വേണ്ടി കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന സൈഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ് പൈസക്ക്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ബില്ല്, പൈസ നമ്മൾ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന ബില്ല് അതൊരു 10 എണ്ണം നമ്മൾ എടുക്കണം. എന്നിട്ട് ഈ 10 ബില്ലിൻ്റെ താഴെ താങ്ക് യു പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പൈസ ഉണ്ടായല്ലോ എന്നും അതുപോലെ ആ സാധനത്തിനെയും കൂടെ ആലോചിച്ച് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തോടെ നമ്മളിങ്ങനെ 10 ബില്ലിൽ താങ്ക് യു പെയ്ഡ് എന്ന് എഴുതണം. ഇനി ചില ടൈപ്സ് ബില്ല് ഉണ്ടാവില്ല. അതായത് ഈ കറണ്ട് ബില്ലൊക്കെ നമുക്കിങ്ങനെ വന്ന് കിടക്കത്തില്ല, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഇങ്ങനത്തെ ബില്ലൊക്കെ ചില കൊടുത്തിട്ടില്ലാത്ത ബില്ലാണ് എന്ന് വെച്ചോ. ഇനിയിപ്പോൾ ചിലപ്പോൾ ബില്ലൊന്നും കൊടുക്കാൻ നമ്മൾ ചിലപ്പോൾ പൈസ ഉണ്ടായെന്നും വരില്ല. ആ ബില്ലാണെങ്കിലും താങ്ക് യു ഫോർ ദി മണി എന്ന് നമ്മൾ എഴുതണം. എന്നിട്ട് നമ്മൾ ഈ വെദർ യു ഹാവ് ദി മണി ഓർ യു ഡോണ്ട് ഹാവ് ദി മണി നമ്മൾ താങ്ക് യു ഫോർ ദി മണി എന്നാണ് നമ്മൾ ആ ബില്ല് എഴുതേണ്ടത്. സോ നമ്മൾ ഈ 2 സൈഡിലും വി ആർ ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ ഫോർ ദി മണി വി ഹാവ്. കൊടുത്തു കഴിഞ്ഞതാണെങ്കിലും കൊടുക്കാനുള്ളതാണെങ്കിലും വി ആർ താങ്ക്ഫുൾ ഫോർ അവർ മണി സോ ദാറ്റ് വി ഗെറ്റ് ദാറ്റ് സർവീസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്കും ഇന്നത്തെ ആക്ടിവിറ്റിയൊക്കെ. ഇന്ന് ഭയങ്കര സിമ്പിളായിട്ടുള്ള സാധനമാണ്. ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ആക്ടിവിറ്റി വരുമെന്ന് മുന്നിൽ കണ്ട് ജീവിച്ചിരുന്ന മനുഷ്യരൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ബില്ലുണ്ടാവണമെന്നില്ല. 2 ടൈപ്പ് ഓഫ് ആൾക്കാരുടെ ബില്ല് സൂക്ഷിച്ച് വെക്കുന്നവരും ബില്ല് സൂക്ഷിക്കാത്തവരും. ഞാനൊക്കെ 2ാമത്തെ കാറ്റഗറിയിലാണ്, സൂക്ഷിക്കാറില്ല. പിന്നെ 1ാമത്തെ കാര്യം, ഇവിടെ ഒന്നും എല്ലായിടത്തും ബില്ല് കിട്ടാതുമില്ല. നമുക്ക് നോ റെസിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ എല്ലായിടത്തും കൊടുത്ത് ഞാൻ ബില്ല് മേടിക്കാറില്ല മിക്കവാറും. സോ എൻ്റെ കയ്യിൽ ബില്ല് ഉണ്ടാവാറില്ല. ഇനിയിപ്പോൾ വല്ല ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അവർ കയ്യിൽ ബില്ല് തന്നാലേ ബില്ല് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ബില്ലില്ല. സോ എനിക്ക് ചെയ്യാൻ, ഞാൻ എൻ്റെ ഊബർ ഈറ്റ്സ് ഹിസ്റ്ററിയിൽ പോയിട്ട് ഞാൻ ഓരോ ഊബർ ഈറ്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഓൺലൈൻ ഓർഡർ ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ നിങ്ങളുടെ ഓൺലൈൻ നിങ്ങൾക്കിപ്പോൾ ബില്ല് മേടിക്കുമ്പോൾ മറ്റേ പ്രൂഫ് ഓഫ് പർച്ചേസ് ഒക്കെ വരത്തില്ലേ, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, ഈ സാധനങ്ങളുടെ ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ അങ്ങ് മെയിൽ അയക്കണം. ഈ സെയിം സാധനം താങ്ക് യു പെയ്ഡ്. ഇനി അപ്കമിങ് പേയ്മെൻറ്റിന് എന്തെങ്കിലും നിങ്ങൾ പൈസ തന്നെ എന്നും പറഞ്ഞ് വന്നേക്കുന്ന മെയിലോ അങ്ങനത്തെ ഫോട്ടോ ആണെങ്കിൽ നേരത്തെ പറഞ്ഞു താങ്ക് യു ഫോർ ദി മണി അത് കൊടുത്ത് നമുക്ക് സ്വന്തമായിട്ട് തിരിച്ചങ്ങ് മെയിൽ അയച്ചു. ഓൺലൈൻ സാധനമാണെങ്കിൽ ഞാൻ എന്നതാണ് ചെയ്തത്, 10 വട്ടം എനിക്ക് തന്നെ ചെയ്ത് മെയിൽ അയച്ചു താങ്ക് യു പറഞ്ഞുകൊണ്ട്. അപ്പം അത്ര ഉള്ളൂ, വേറൊന്നും പറയാനില്ല ഗൈസ്. സോ എല്ലാ ദിവസത്തെയും പോലെ രാവിലെ എണീക്കുന്നു, കൗണ്ട് ബ്ലെസ്സിങ്സ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡോടെ രാവിലെ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് ഈ 10 ബില്ല് മെയിൽ അയക്കാനുള്ളവർക്ക് മെയിൽ അയക്കാം, എഴുതാനുള്ളവർക്ക് എഴുതാം. എന്താണെങ്കിലും കൊടുത്താലും കൊടുത്തില്ലെങ്കിലും താങ്ക് യു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കയ്യിലുണ്ട്, ആ പൈസക്കുള്ള നന്ദി നമ്മൾ കൊടുക്കണം. പിന്നെന്താ, പിന്നെ ഏറ്റവും രാത്രി എല്ലാ ദിവസത്തെയും പോലെ
മാജിക് റോക്ക് എടുത്തിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തം വിഷ്വലൈസ് ചെയ്ത് ഏറ്റവും നല്ല കാര്യം ആലോചിച്ച് താങ്ക് യു പറഞ്ഞിട്ട് കിടന്നുറങ്ങാം.